അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അല്ലികൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്ത് ആ വെളുത്തുള്ളിയുടെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്ത് വെളുത്തുള്ളിയുടെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. സവാള ജസ്റ്റ് ഒന്ന് വയന്ന് കിട്ടിയാൽ മതി. ഒരുപാട് അങ്ങ് വയന്ന് ഗോൾഡൻ നിറമൊന്നും ആവേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത ക്യാരറ്റ് ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 കളറിലുള്ള ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരെണ്ണം ചേർത്ത് കൊടുത്താലും മതി. പച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താലും മതി. ഇതൊന്നും ഒരുപാട് അങ്ങ് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഉപ്പ് ചേർത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ടെടുക്കുക. ഒരു 20 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തത് കൊണ്ട് ഒരുപാട് വേവൊന്നുമില്ല. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ക്യാരറ്റും ക്യാപ്സിക്കം ഒന്നും അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 കപ്പ് ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർക്കാം. ഇതുവരെയ്ക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ്. കേബേജും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം വലിയ ജീരകത്തിന്റെ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി എടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ് ചേർക്കാം. ഇനി 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സോയ സോസാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത സോസിലൊക്കെ ഉപ്പുണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. 250 ml കപ്പിന് 1 കപ്പ് പാലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഇത് കുറുകിക്കിട്ട് നമ്മളിതിൽ മൈദ ചേർത്തതുകൊണ്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. 250 ml കപ്പിന് 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് മാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവും. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല കട്ടിക്ക് ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ കട്ടകളൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു ബൗളിൽ 2 കോഴിമുട്ട പൊട്ടിച്ചത് എടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ചെങ്ങ് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. മുട്ട ഇഷ്ടമില്ലാത്തതുണ്ടെങ്കിൽ മൈദ ഒരു ലൂസ് ബാറ്റർ റെഡിയാക്കി എടുത്താലും മതി. കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസ് ബാറ്റർ റെഡിയാക്കി എടുക്കുക. മുട്ട ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് സമോസ ഷീറ്റ് ഇതാ എടുത്തിട്ടുണ്ട്. ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത സമോസ ഷീറ്റാണ്. ഇതിന്റെ വീഡിയോ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ കണ്ടു നോക്കുക. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സമോസ ഷീറ്റ് റെഡിയാക്കാവുന്നതാണ്. കുറച്ച് മൈദയും വെള്ളവും ഉപ്പും മാത്രം മതി. അപ്പോൾ ഇങ്ങനെ സമോസ ഷീറ്റ് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നോമ്പ് സമയത്തൊക്കെ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. സമോസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ നടുഭാഗത്ത് നമുക്ക് കുറച്ച് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചില്ലേ മൈദ, അതൊന്ന് ഈ നടുഭാഗത്ത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി വേറൊരു സമോസ ഷീറ്റ് എടുക്കുക.
ഇതിൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇളകി പോകാനൊന്നും പാടില്ല. ആ ഒരു രീതിക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. നടുഭാഗത്ത് വെച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വെച്ച് കൊടുക്കുക. എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഒരുപാട് അങ്ങ് കുത്തി നിറച്ച് വെക്കരുത്. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു ഭാഗം ബ്രഷ് ചെയ്യരുത്. ബാക്കി എല്ലാ ഭാഗവും നമുക്ക് മൈദ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ മൈദ ബ്രഷ് ചെയ്യാത്ത ഭാഗം, അപ്പോൾ ഈ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ രണ്ടറ്റവും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി ഈ ഭാഗവും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു വെക്കാം. ഈ ഒരു രീതിക്ക് റെഡിയാക്കി എടുക്കുക. എല്ലാ ഫില്ലിംഗ് ഒക്കെ വെച്ച് ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഒരെണ്ണം എടുക്കുക. മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പം മുട്ടയിൽ ഡിപ്പ് ചെയ്തത് ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഞാനൊരു 4-5 ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. എല്ലാ വശവും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു രീതിക്ക് റെഡിയാക്കി എടുക്കുക. അതെല്ലാം ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫില്ലിംഗ് ഒക്കെ നിറച്ച് നമ്മൾ മൈദ വെച്ച് ഒട്ടിച്ചില്ലേ, എന്നിട്ട് നമുക്ക് 3-4 ആഴ്ച വരെ നമുക്ക് സിപ്ലോ കവറിലോ എന്തെങ്കിലും വെച്ചിട്ട് അല്ലെങ്കിൽ കണ്ടെയ്നറിലോ വെച്ചിട്ട് നമുക്ക് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യമുള്ളപ്പോൾ മാത്രം മുട്ടയിലിട്ട് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒരു വശം ഒരു ഗോൾഡൻ നിറം ആവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു വശം ഒന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. ഈ വശം ഒരു ഗോൾഡൻ നിറം ആവട്ടെ. ഇപ്പം 2 വശവും നല്ലതുപോലെ അത് മുരിഞ്ഞു വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സ്നാക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് മുറിച്ചും കൂടി കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ, ഉള്ളിൽ നല്ല അടിപൊളി ഫില്ലിംഗ് ആണ്. ഇതിൻ്റെ ഫില്ലിംഗ് ആണ് അടിപൊളി ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഈ സ്നാക്സ് ഒന്ന് റെഡിയാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്